ഒന്ന്, യു ക്യാൻ ഗോ ബിഹൈൻഡ് ഗ്രോത്ത്. രണ്ട്, യു ക്യാൻ ഗോ ബിഹൈൻഡ് എക്സലൻസ്. യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. ഇതെന്താണ്? ബിഗർ. ഇതെന്താണ്? ബെറ്റർ. ഇതിനെന്ത് വേണമെന്ന് പറഞ്ഞ് ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് മണി. അത് പുതിയ പ്രൊഡക്റ്റ് ആയാലും പുതിയ മാർക്കറ്റ് ആയാലും പുതിയ സ്റ്റാർട്ടപ്പ് ആയാലും ഇറ്റ് റിക്വയർസ് മോർ മണി. ബട്ട് ഒപ്റ്റിമൈസേഷൻ, ഇഫ് യു ട്രൈ ടു മേക്ക് തിങ്സ് ബെറ്റർ, ഇന്നുള്ളതൊക്കെ ബെറ്റർ ആക്കാൻ നോക്കിയാൽ ഇവിടെ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. എന്താണ്? യുവർ തിങ്കിങ്. യുവർ തിങ്കിങ്. നിങ്ങളുടെ ചിന്ത മാത്രം മതി. നമ്മളെന്താ ഈ ബെറ്ററിന്റെ പിന്നാലെ ബിഗറിന്റെ പിന്നാലെ പോകുന്നത്? എറണാകുളത്ത് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിന് പോവാം. അപ്പൊ ഭയങ്കര രസം. സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ ഇടാം, സ്റ്റാറ്റസ് ഇടാം, പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ഞങ്ങള് ബാംഗ്ലൂര് കട നോക്കാൻ പോകുന്നു, അതിടാം. ബാംഗ്ലൂരിൽ ചെന്നിട്ട് നല്ല രസം, ഹോട്ടലിൽ താമസിക്കുന്നു, പിറ്റേന്ന് അവിടെ എല്ലാം നടന്ന് കടകളൊക്കെ നോക്കുന്നു, ഭയങ്കര രസം. അത് കട കണ്ടുപിടിക്കുന്നു, അവിടെ പിന്നെ ഡെക്കറേഷനായി, ബഹളമായി, ഇനോഗ്രേഷനായി, നാട്ടുകാരെയൊക്കെ കാണിച്ച് അതിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര രസം. അയ്യോ, ആ പിള്ളേരുണ്ടല്ലോ ഒരു രക്ഷയില്ല, അവന്മാര് ഭയങ്കരമായിട്ട് അങ്ങ് വളരുക, മിടുക്കന്മാരാ കേട്ടോ. ഇത് കേൾക്കാൻ വേണ്ടി നമ്മൾ വലുതാണെന്ന് കാണിക്കും. ഇവിടെ എന്താണ്? ഇതിനെല്ലാം എന്ത് വേണം? എടാ, നീ ആ എറണാകുളത്തു നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ നിമിഷം മുതൽ ഇനി എന്നെങ്കിലും അവിടെ കച്ചവടം നടന്ന് അവിടെ മാർക്കറ്റിംഗ് ചെയ്ത് അവിടെ ആളിനെ കൊണ്ടുവന്ന് പ്രോഫിറ്റ് എടുക്കുന്നിടം വരെ ഉണ്ടാക്കിയ പൈസ മുഴുവൻ അവിടെ കൊണ്ടിട്ടോണ്ടിരിക്കേണ്ടി വരും. കാരണം ഗ്രോത്ത് ഈറ്റ്സ് മണി. ആ സമയം ഉണ്ടെങ്കിൽ മാറിയിരുന്ന് ചിന്തിക്കുക മാത്രം ചെയ്താൽ മതി. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങുക. ഓക്കെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ ആഴ്ച എത്ര ലീഡ്സാ വന്നേ, എത്ര രൂപ സ്പെൻഡ് ചെയ്തു, അത് ഫേസ്ബുക്കിൽ എത്രയായിട്ട്, യൂട്യൂബിൽ എത്രയായിട്ട്, ഇൻസ്റ്റയിൽ എത്രയായിട്ട്. ഓക്കെ, ഫേസ്ബുക്കിൽ 1,00,000 രൂപ ഇട്ടപ്പോൾ എത്ര ലീഡ്സ് വന്നു? അത് 1000 ലീഡ്സ്. ഈ 1000ത്തിൽ എത്ര ക്വാളിറ്റി ലീഡ്സ് ഉണ്ടായിരുന്നു? അത് 100 ലീഡ്സ്. ആ 100ന്റെ അകത്ത് എത്രണ്ണത്തിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റി? അത് 3 കൺവേർഷൻസ്. 2,00,000 രൂപ ഇട്ടിട്ട് 1000 ലീഡ്സ് വന്നിട്ട് അതിൽ വെറും 100 ക്വാളിറ്റി ലീഡ്സ്. ആ 100 ക്വാളിറ്റി ഉള്ളതിൻ്റെ അകത്ത് വെറും 3 കൺവേർഷൻ. എന്താ ചെയ്യേണ്ടേ? ഈ 2,00,000ത്തിന്റെ അകത്തുനിന്ന് ഈ 1000ത്തിന് പകരം ഈ 100 ക്വാളിറ്റി ലീഡ്സ് വന്നല്ലോ, എന്തുകൊണ്ട് 3 കുറഞ്ഞു? 3% കൺവേർഷൻ. അപ്പൊ സെയിൽസ് ടീമിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം, സെയിൽസ് ടീമിന്റെ ക്ലോസിംഗ് സ്കില്ല് കൂട്ടണം. മാത്രമല്ല, ഫേസ്ബുക്കിന്റെ അകത്ത് അനാവശ്യമായിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ടാർഗറ്റ് ചെയ്ത് പോകുന്നു, അത് കട്ട് ഷോട്ട് ചെയ്യണം. ആ 2,00,000 എന്നുള്ളത് 50,000 ആക്കി ചുരുക്കിക്കൊണ്ട് എങ്ങനെ 2,000 ലീഡ്സ് എടുക്കാം, ആ 2,000ത്തിന്റെ അകത്ത് 100ന് പകരം എങ്ങനെ 500 ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുവരാം, ആ 500 ക്വാളിറ്റി ലീഡ്സ് വരുമ്പോൾ എങ്ങനെ അതിന്റെ അകത്തുനിന്ന് 150 എണ്ണം കൺവേർട്ട് ചെയ്യാം. ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഇറങ്ങിയപ്പോഴത്തെ കാര്യമായി പറഞ്ഞേ, ഈ പരിപാടിയെ ബോറിംഗാ. യു നോ സംതിങ്? ഈ ബോറിംഗ് ആണ് ബിസിനസ്സിലെ പ്രോഫിറ്റ്. നിങ്ങളിൽ ആരൊക്കെ ബിസിനസ് കൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ, എനിക്കുറപ്പാണ് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ട്. ആ ബോറടിയുടെ റിസൾട്ട് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം. നിങ്ങളിൽ ആരൊക്കെ എക്സൈറ്റ്മെന്റിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ, നിങ്ങളുടെ കയ്യിൽ 5 പൈസ കാണത്തില്ല ഇപ്പോ. സോ ഈ കാശ് കളഞ്ഞ് ഇതിന് പോണോ, അതോ ജസ്റ്റ് കുറച്ച് ബോറടിക്കും എന്നാലും ഇത് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എക്സലൻസിലേക്ക് പോകണം? എക്സ്പാൻഷൻ വേഴ്സസ് എക്സലൻസ്. എക്സ്പാൻഷൻ എന്താ നമ്മളിപ്പോ പഠിച്ചു, അത് ടോപ്പ് ലൈൻ ആണ്. അവിടെ എന്ത് വരുന്നു? വി ആർ അഡ്വർടൈസ്മെന്റ് കൂട്ടുന്നു, സ്പെൻഡിങ് കൂട്ടുന്നു, കൂടുതൽ ആളുകളെ ഹയർ ചെയ്യുന്നു, കൂടുതൽ ലൊക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ എന്തുണ്ടായി? റവന്യൂ കൂടി, പക്ഷെ കോംപ്ലക്സിറ്റി കംപ്ലീറ്റ്ലി പ്രശ്നം. പ്രോഫിറ്റ് അതുകൊണ്ട് തന്നെ കുറയുന്നു. എവിടൊക്കെയാ പ്രോഫിറ്റ് പോകുന്നത് അറിയത്തില്ല, എവിടാ കാശ് പോയ അറിയത്തില്ല. ഓണറോ ഒരിക്കലും ഇല്ലാത്ത കുട്ടിവൻ പ്രാന്തനെ പോലെ നടക്കുക, ബിസി 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 ബിസി. ഇത് അവന്റെ ഹെൽത്തിനെയും വെൽത്തിനെയും എല്ലാം ബാധിക്കുന്നു, അത് അവന്റെ തോട്ടിനെ ബാധിക്കുന്നു. ആ തോട്ട് കാരണം ഇവൻ പോയിട്ട് റോങ് ഡിസിഷൻസ് എടുക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടില്ല, ഈ ഗ്രോത്തിന് പോകുന്നത് കടമെടുത്തിട്ടാണെങ്കിലോ അടിപൊളി. അറ്റ് ദ സെയിം ടൈം ഇയാൾ എക്സലൻസിന്റെ പിന്നാലെ പോയി, ബോട്ടം ലൈൻ അവിടെ എന്ത് ചെയ്യുന്നു? ഒപ്റ്റിമൈസ് ചെയ്യുന്നു. നിലവിലുള്ളത് എന്തൊക്കെയാണോ അതിനെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുന്നു, സിസ്റ്റം കൊണ്ടുവരുന്നു, സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അവിടെ ആവശ്യമില്ലാത്ത വേസ്റ്റേജസ് എല്ലാം ഒഴിവാക്കുന്നു, ആ ബക്കറ്റിന്റെ ഓട്ട അടയ്ക്കുന്നു, ഓപ്പറേഷൻസ് ടൈറ്റ് ആക്കുന്നു, സ്റ്റാഫിന്റെ എഫിഷ്യൻസി കൂട്ടുന്നു, സ്റ്റാഫിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആക്കുന്നു, കൂടുതൽ ലാഭം നേടുന്നു. ഓണർ കുറച്ചേ വർക്ക് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഹി ഏൺസ് മോർ ആൻഡ് ഹി സ്ലീപ്സ് ബെറ്റർ. അവന് നല്ല ഉറക്കം കിട്ടും.
എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസിങ് ഡു ഓവേഴ്സ്, മിസ്റ്റേക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നു. എടോ, ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, മണ്ടത്തരങ്ങളുടെ എണ്ണം കുറയ്ക്കുക. നമ്മൾ ബെറ്റർ ആക്കുന്ന എന്താണ്? മിനിമൈസിങ് ഡു ഓവേഴ്സ്. ഒരേ കാര്യം 2 തവണ ചെയ്യേണ്ടി വരരുത്.